ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഇന്നൊരു സ്പെഷ്യൽ ഡ്യൂട്ടി ഡേ ആണ്. ഇപ്പം സമയം രാവിലെ 3:50. ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസങ്ങളിൽ ഞാൻ ഈ സമയത്താണ് എണീക്കൽ. എന്നാൽ മാത്രമേ ജോലിയെല്ലാം തീർത്തിട്ട് എനിക്ക് 5:20 ബസ്സിന് പയ്യന്നൂരേക്ക് പോകാൻ പറ്റൂ. അപ്പം നമുക്ക് പണിയെല്ലാം തീർത്തിട്ട് വരാം. അങ്ങനെ ജോലിയെല്ലാം തീർന്നു. ഇനി ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാവാം. ബസ് സ്റ്റോപ്പിലേക്ക് പോവാം. ഇന്ന് പ്രിയദർശിനി ഡ്യൂട്ടി തുടങ്ങുന്ന ദിവസമാണ്. അതെങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ KSRTC ജീവനക്കാർക്കും വളരെയധികം ആകാംക്ഷയുണ്ട്. അങ്ങനെ നമ്മളെ ബസ് സ്റ്റോപ്പിലെത്തി. ചന്ദനക്കാമ്പാറയിൽ നിന്ന് വരുന്ന ബസ്സിനാണ് തളിപ്പറമ്പിലേക്ക് പോകേണ്ടത്. ബസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കയറിയിട്ട് തളിപ്പറമ്പിലേക്ക് പോവാം. തളിപ്പറമ്പിൽ നിന്ന് ബസ് മാറി കയറിയിട്ട് വേണം പയ്യന്നൂരെത്താൻ. ഇപ്പോൾ സമയം 6:30. തളിപ്പറമ്പിൽ നിന്ന് ബസ് മാറിക്കയറി ഞാൻ പയ്യന്നൂരെത്തി. ഇതാണ് പയ്യന്നൂർ ഡിപ്പോ. നമുക്ക് ആദ്യം പോകേണ്ടത് TNCയിലാണ്. അവിടുന്ന് മെഷീനും റാക്കും വാങ്ങിയിട്ട് വേണം സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിലെത്താൻ. ഇതാണ് TNC. രാവിലെ ഇവിടെ കുറച്ച് തിരക്കായിരിക്കും. ഇത് അനിലേച്ചി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് വേബിലിൽ ടൈമെല്ലാം എഴുതുന്ന പ്രശാന്തൻ ഡ്യൂട്ടിക്ക് പോകുന്നു. ഇന്ന് TNCയിൽ ഡ്യൂട്ടി ഉള്ളത് രാജേഷ് ഏട്ടനാണ്. ഇത് വേബില്ലും മെഷീനുമാണ്. ഈ വേബില്ലിലാണ് നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത്, എവിടുന്ന യാത്ര പുറപ്പെടുന്നത്, സമയം എല്ലാം എഴുതേണ്ടത്. ഇതിൽ ഡ്രൈവർ പേര്, കണ്ടക്ടർ പേര്, ബസ്സിൻ്റെ നമ്പർ ഒക്കെ ഉണ്ടാവും. ഇന്ന് എനിക്ക് ഡ്യൂട്ടി പോകേണ്ടത് പയ്യന്നൂരിൽ നിന്ന് കാസർഗോഡേക്കാണ്. ഇനി പോകേണ്ടത് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിലേക്കാണ്. ഇന്ന് ബാബേഷ് സാറാണ് ഡ്യൂട്ടിയിൽ. അപ്പോൾ സാറ് വേബിലിൽ ടൈമെല്ലാം കറക്റ്റ് ചെയ്ത് തന്നു. ആ വേബിലും വാങ്ങിയിട്ട് നമുക്ക് എൻ്റെ ബസ്സിലേക്ക് പോവാം. ബസ്സിന് ഇന്നലെ പ്രിയദർശിനിയുടെ സ്റ്റിക്കറൊക്കെ പതിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് സർവീസ് തുടങ്ങേണ്ടത്. ബസ്സിൽ കയറിയ ഉടനെ ആദ്യം ചെയ്യേണ്ടത് ബോർഡ് വെക്കലാണ്. ഫ്രണ്ടിലെ ബോർഡ് ഡ്രൈവർ സജിത്തായിട്ടും വെച്ചിട്ടുണ്ട്. പിറകിലെ ബോർഡ് ഞാൻ വെക്കുന്നുണ്ട് ഇപ്പം. അങ്ങനെ ഇനി നമുക്ക് പഴയ സ്റ്റാൻഡിൽ പോയിട്ട് സർവീസ് ആരംഭിക്കാം. ഇപ്പം നമ്മളുള്ളത് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലാണ്. പ്രിയദർശിനിയുടെ സൗജന്യം ലഭിക്കുക 9 മണിക്ക് ശേഷമായിരിക്കും. അതുവരെ മെഷീനിൽ പഴയ ഓപ്ഷനിൽ തന്നെയായിരിക്കും എല്ലാം ഉണ്ടാവുക. അപ്പം നമുക്ക് സർവീസ് ആരംഭിക്കാം. ഇപ്പം ബസ് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തു. ചെറുവത്തൂരിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് രമ്യ കയറിയിട്ടുണ്ടായിരുന്നു. അവളെടുത്ത് തന്നതാണ് ഈ വീഡിയോ. ഒരു 9 മണി കഴിയുമ്പോഴേക്കും നമ്മൾ കാസർഗോഡ് ഡിപ്പോയിലെത്തി. പ്രിയദർശിനിയുടെ ഫസ്റ്റ് ബസ് ഇതാ പുറപ്പെടാൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഡിപ്പോയിൽ ഉദ്ഘാടന പ്രസംഗമെല്ലാം തകൃതിയായി നടക്കുന്നത്. 9 മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ATMൽ ഇപ്പോൾ 9:30 ആയിട്ടും PFT ടിക്കറ്റിൻ്റെ ബട്ടണൊന്നും വന്നിട്ടില്ല. ആ ഓപ്ഷൻ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബസ്സും എല്ലാം ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. കണ്ടക്ടർമാരും എല്ലാവരും ടെൻഷനിലാണ്. ഏകദേശം 10 മണിയോട് കൂടിയിട്ട് ആ ഓപ്ഷൻ നമ്മുടെ ATMൽ വരികയും സൗജന്യ യാത്രാ ടിക്കറ്റ് നമ്മൾ കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു. പ്രിയദർശിനിയുടെ ഫസ്റ്റ് സർവീസിൻ്റെ ബസ് ഇത് അലങ്കരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഡിപ്പോയിൽ ലഡു വിതരണമെല്ലാം ഉണ്ടായിന്. അപ്പം നമ്മളും 10:10 ആകുമ്പോൾ നമ്മളെ ബസ്സും പയ്യന്നൂരേക്ക് പോകാൻ റെഡിയായി. ATMൽ വന്ന മാറ്റം ഇപ്പം ഇങ്ങനെയാണ്. അങ്ങനെ ആദ്യം തന്നെ സ്ത്രീ യാത്രക്കാർ കൂടുതലായിരുന്നു.
കാഞ്ഞങ്ങാട്, നീലേശ്വരം, ചെറുവത്തൂർ ബസ് സ്റ്റാൻഡുകളിലാണ് നമുക്ക് കയറേണ്ടത്. ഓരോ ബസ് സ്റ്റാൻഡിൽ നിന്നും കൂടുതലായിട്ട് ലേഡീസ് കയറി. ഈ കാണുന്നത് കാര്യങ്കോട് പുഴയാണ്. നല്ല ഭംഗിയാണ് ഈ പുഴ കാണാൻ. ഇപ്പം ഹൈവേ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സൗന്ദര്യം പകുതി നശിച്ചു പോയി. അങ്ങനെ നമ്മൾ പയ്യന്നൂർ പെരുമ്പയിലെത്തി. ഇനി പുതിയ ബസ് സ്റ്റാൻഡിൽ ആളെ ഇറക്കിയിട്ട് പഴയ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. ഫുഡ് കഴിച്ചൊരു 1:30 കഴിയുമ്പോഴാണ് അടുത്ത സർവീസ് ആരംഭിക്കേണ്ടത്. ഇതാണ് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ്. പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പേര് മാത്രമേ ഉള്ളൂ. ഈ ഒരു റോഡ് മാത്രമേ കാണാനുള്ളൂ. അങ്ങനെ നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ഇവിടെ കുറച്ച് സമയം വിശ്രമമുണ്ട്. പ്രിയദർശിനിയുടെ യാത്ര എൻജോയ് ചെയ്യാൻ വേണ്ടി കയറിയ ലേഡീസാണ് ഈ ബസ് നിറയെ. കാസർഗോഡേക്ക് പോകുന്ന ബസ്സാണിത്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ട്രിപ്പ് കാസർഗോഡേക്ക് പുറപ്പെട്ടു. അപ്പോൾ പുതിയ ഓട്ടോ വെച്ചിട്ട് ഒരു പെൺകുട്ടി നമ്മളെ ബസ്സിൽ കയറി. വെറുതെ കാഞ്ഞങ്ങാടേക്ക് യാത്ര ചെയ്യാനാണെന്ന് ചോദിച്ചു. പ്രിയദർശിനിയുടെ ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും സ്റ്റാറ്റസ് ഇടാനും തുടങ്ങി. അതുകൊണ്ട് എനിക്കും ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളുമായിട്ടൊരു ഫോട്ടോ എടുത്തു, ടിക്കറ്റും കൊടുത്തു. അവൾ ഹാപ്പിയായി ഇറങ്ങിപ്പോയി. അങ്ങനെ 4 മണിയാകുമ്പോൾ കാസർഗോഡ് എത്തി. അവിടെ നിന്നൊരു ചായയും ഏലാഞ്ചിയും കഴിച്ച് 4:30 സർവീസ് തുടങ്ങണം. പൊതുവേ 4:30 സമയത്ത് തിരക്ക് കൂടുതലാണ്. സൗജന്യ യാത്ര കൂടിയാകുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്ന് കണ്ടറിയണം. ഇതാ ബസ് നിറയെ ലേഡീസാണ്. ഏകദേശം കാഞ്ഞങ്ങാട്, നീലേശ്വരം, ചെറുവത്തൂർ വരെ ടൈറ്റ് ലോഡായിരുന്നു. കാലിക്കടവിലെത്തുമ്പോഴേക്കും ആൾക്കാർ കുറഞ്ഞു വന്നു. അങ്ങനെ നമ്മൾ വീണ്ടും പയ്യന്നൂരെത്തി. ഇതാണ് പെരുമ്പ ഹൈവേയിലുള്ള ക്ലോക്ക് ടവർ. ഇനി നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിലും പഴയ ബസ് സ്റ്റാൻഡിലും ആളെ ഇറക്കിയിട്ട് വേണം ഡിപ്പോയിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ ഡീസൽ അടിക്കാൻ പമ്പിലെത്തി. ഇനി ഇവിടെ ഡീസൽ അടിച്ച് ആ ഡീസൽ എത്രയാണെന്ന് വേബലിൽ രേഖപ്പെടുത്തിയിട്ട് വേണം സ്റ്റേഷൻ മാസ്റ്റർ അടുത്തേക്ക് പോകാൻ. സ്റ്റേഷൻ മാസ്റ്റർ ഡ്യൂട്ടി ഫിനിഷ് ചെയ്ത് തന്നാൽ മാത്രമേ നമുക്ക് ക്യാഷ് എടുക്കാനാവൂ. ഇപ്പോൾ കളക്ഷൻ ബുക്കിൽ നമ്മൾ അന്ന് കിട്ടിയ കളക്ഷനും പാസഞ്ചർ എണ്ണവും ഡീസലും എല്ലാം എഴുതി. ഇനി TNCയിലേക്ക് പോവാം. TNCയിൽ ക്യാഷ് അടച്ച് ഓക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇപ്പോൾ ക്യാഷെല്ലാം ഓക്കെയാണ്. അങ്ങനെ പ്രിയദർശിനിയുടെ ഫസ്റ്റ് ദിവസത്തെ ഡ്യൂട്ടി കംപ്ലീറ്റ് ആക്കി. ഇനി വീട്ടിലേക്ക് പോവാം. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ, സി യു.